ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷാരി പ്രവീൺ വ്ളോഗ്സ്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളിയൊരു മട്ടൻ കറിയാണ് തയ്യാറാക്കുന്നത്. അതിനാവശ്യമായ മട്ടൻ ഏകദേശം ഒരു 1/2 കിലോ മട്ടനുണ്ട്. അത് നന്നായിട്ട് കഴുകിയെടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഇതൊരു കുക്കറിലേക്ക് നമ്മളിട്ട് വേണം വേവിക്കാൻ. ആദ്യം തന്നെ കുക്കറിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൻ നമുക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം മട്ടനെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് സവോള അരിഞ്ഞതാണ്. ഒരു 1.5 മുറി സവോളയും പച്ചമുളകും അതുപോലെ തന്നെ കിഴങ്ങ് ചെറിയ ക്യൂബുകളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടെ നമ്മൾ ഈ കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ആവശ്യമായത് കുറച്ച് മസാലകൾ കൂടി ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ നമുക്ക് മല്ലിപ്പൊടിയാണ് ആവശ്യം. ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി അതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ച് വെച്ചാണ്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് തിരുമിയെടുത്ത് അടച്ച് വെച്ച് നമുക്ക് ഒരു 4-5 വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കണം. അതേസമയം അത് വേകുന്ന സമയം കൊണ്ട് നമുക്കതിന് ആവശ്യമായ ഗ്രേവി തയ്യാറാക്കണ്ടേ. അതിന് പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. പാൻ ഏകദേശം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഏകദേശം നല്ലതായിട്ട് അടികരിയാത്ത രീതിയിൽ ഇളക്കി നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ മട്ടൻ്റെ അകത്തിട്ട് വേവിക്കാനായിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്വല്പം കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ. കുറച്ച് എടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കാനായിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ചുമന്നുള്ളിയാണ്, ഒരു 8-10 ചുമന്നുള്ളി നമ്മൾ അരിഞ്ഞിട്ടൊന്നുമില്ല, അതേപോലെ തന്നെ ചുവന്നുള്ളി പൊളിച്ച് അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാടി വരണം. എന്നിട്ട് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് മൂത്തതിലേക്ക് നമ്മൾ ആ ചുമന്നുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു സവോള അരിഞ്ഞത്, സവോളയും പച്ചമുളകും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവോളയും പച്ചമുളകും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇനി ഒന്ന് വഴറ്റിയെടുക്കണം. അതിലേക്കൊരു 7-8 കാഷ്യും കൂടെ നമ്മൾ ഈ സവോളയുടെ ഒപ്പം ഇട്ടിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ല രീതിയിലൊന്ന് വഴണ്ടി വരുന്നിടം വരെ കരിയാത്ത രീതിയിൽ നമ്മൾ ഇളക്കിയെടുക്കണം. ഏകദേശം അത് വാടി വരുന്ന സമയത്ത് ഇനി നമുക്കതിലേക്ക് കുറച്ച് മസാലകൾ ആഡ് ചെയ്യണം. ആദ്യം തന്നെ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ്. നമ്മൾ ഓൾറെഡി മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് 1 സ്പൂണ് 1.5 സ്പൂൺ മല്ലിപ്പൊടി. മുളക് പൊടി ഇതിൻ്റെ അകത്ത് ചേർക്കുന്നില്ല. നമ്മൾ കുരുമുളക് പൊടിയും പച്ചമുളകും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഓൾറെഡി നമ്മൾ അതിലും മഞ്ഞളിട്ട് സ്വല്പം മതി. അതുപോലെ തന്നെ മസാലപ്പൊടി, ഗരം മസാലയാണ്. ഗരം മസാല 1/2 ടീസ്പൂൺ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്ന 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി അതിലേക്ക് ആവശ്യമായ നമ്മൾ കുറച്ച് ഗ്രാമ്പൂവും പട്ട അതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ച് അതിൻ്റെ മസാലകളെല്ലാം പൊടിച്ച് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇനി കരിയാത്ത രീതിയിൽ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിലിപ്പം നന്നായിട്ടെല്ലാം ഉള്ളിയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലിപ്പോൾ ഇച്ചിരി എണ്ണ കുറവുണ്ട്. അത് നമുക്ക് സ്വല്പം എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഏകദേശം നല്ല രീതിയിൽ അതൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമ്മുടെ ഇപ്പം കുക്കറിൽ മട്ടനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വിസിലൊക്കെ ഒരു 4-5 വിസിലടിച്ച് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതെടുത്ത് അടപ്പ് തുറന്ന് നോക്കിയിട്ട് അപ്പോൾ ഏകദേശം എല്ലാം നന്നായിട്ട് വെന്തത് നമ്മൾ ഈ മിക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് എല്ലാ മട്ടനും
മട്ടനകത്തുനിന്ന് നമ്മൾ ഇറങ്ങിയ വെള്ളം, നമ്മളിത് വേവിക്കാനായിട്ട് സ്വല്പം വെള്ളം മാത്രമേ ചേർത്തുള്ളായിരുന്നു. ഓൾറെഡി ആ മട്ടനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമെല്ലാം ഉണ്ട്. അതെല്ലാം കൂടെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ്. ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് പെരുംജീരകപ്പൊടി ഇടാൻ നമ്മൾ മറന്നുപോയി. സ്വല്പം പെരുംജീരകപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നല്ല രീതി. ഇപ്പോൾ ഓൾറെഡി മട്ടൻ വെന്തതുകൊണ്ട് അധികം ടൈം വേണ്ട. ഇതൊന്നും ഈ ഗ്രേവി ഒന്ന് കുറുകി ഒന്ന് സെറ്റ് ആവണം. ആ മസാലകളെല്ലാം ഒന്നും കൂടെ അതിലേക്ക് പിടിക്കുന്ന നേരം വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ സമയത്ത് നമ്മൾ ഗ്രേവി എടുത്തിട്ട് ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണം. ഇപ്പോൾ നോക്കിയപ്പോൾ ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട്. നല്ലതായിട്ട് കറി നല്ല രീതിയിൽ കുറുകി നല്ല സെറ്റായിട്ടുണ്ട്. ഇതേ മട്ടനൊക്കെ നല്ല സോഫ്റ്റായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.